Hi everyone, welcome back to another video. Goodwill and its calculation is the topic from the chapter Consolidated Financial Statements that we are going to discuss in this video. So ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് ഗുഡ്വിൽ ആൻഡ് ഹൗ ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. എന്താണ് ഗുഡ്വിൽ, എങ്ങനെ നമുക്ക് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാം. മെയിൻലി ഇറ്റ് ഹാപ്പൻസ് വെൻ എ കമ്പനി പർച്ചേസസ് അനദർ കമ്പനി. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ അക്വയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് എന്താണ് പാരന്റ് കമ്പനി, ആരാണ് സബ്സിഡിയറി കമ്പനി, ഒരു കമ്പനിയുടെ എത്ര പെർസെന്റേജിനേക്കാൾ കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന സമയത്താണ് ഒരു പാരന്റ് ആൻഡ് സബ്സിഡിയറി കമ്പനി റിലേഷൻസ് ഉണ്ടാവുന്നത് എന്നീ കാര്യങ്ങളാണ്. ആൻഡ് ആൾസോ NCI എന്താണ്, അതിന്റെ കാൽക്കുലേഷൻ എന്താണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്ത്. സോ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഗുഡ്വിൽ ആണ്. സോ നോക്കാം, ഗുഡ്വിൽ ദ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ബൈ ദ പാരന്റ് കമ്പനി ഇൻ ദി സബ്സിഡിയറി കമ്പനി. സോ നമുക്കറിയാം, നമ്മളൊരു കമ്പനി അഥവാ ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്ത് കൊടുക്കേണ്ടി വരും? ആൻ എക്കണോമിക് വാല്യൂ ഹാവ് ടു ബി പെയ്ഡ്. അതായത് ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും? ക്യാഷ് ആയിട്ട് മറ്റൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും അല്ലെ. ഒരു കമ്പനി, അതായത് എ എന്നൊരു കമ്പനി ബി എന്ന കമ്പനിയെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വെറുതെ നമ്മൾ എന്ത് ചെയ്യാൻ കഴിയില്ല, ആ കമ്പനിയെ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. വി ഹാവ് ടു പേ സംതിങ് അല്ലെ. നമുക്ക് ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ അതിനെ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് പറയാം. നമ്മൾ മറ്റൊരു കമ്പനിയിൽ എന്ത് ചെയ്യാണ്? ഇൻവെസ്റ്റ് ചെയ്യണം. അഥവാ ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി കോൾഡ് എ എന്ന കമ്പനി എന്ത് ചെയ്യാണ്? ബി എന്ന കമ്പനി കുറച്ച് ഷെയർ അല്ലെങ്കിൽ ബി എന്ന കമ്പനിയുടെ മെജോറിറ്റി ഷെയർ വാങ്ങണം. അതായത് ഒന്നുകിൽ എന്താണോ എബവ് 51% അല്ലെങ്കിൽ 100% അല്ലെങ്കിൽ ബിലോ 51% അല്ലെ. 50% കൂടുതൽ അല്ലെങ്കിൽ 100% അല്ലെങ്കിൽ 50% താഴെ, ഈ രീതിയിലാണ് എന്ത് ചെയ്യുക സാധാരണ ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ പർച്ചേസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാഷ് ആയിട്ട് ക്യാപിറ്റൽ നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. സോ ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന സമയത്താണ് കമ്പനിക്ക് എന്ത് സംഭവിക്കുന്നത്? ഈ ഒരു ഗുഡ്വിൽ സംഭവിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ദ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ബൈ ദി പാരന്റ് കമ്പനി. പാരന്റ് കമ്പനി എന്ത് ചെയ്യണം? സബ്സിഡിയറി കമ്പനിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന സമയത്ത് സംഭവിക്കുന്ന കോസ്റ്റ്. അത് കൂടുതൽ നമുക്ക് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സെന്റൻസ് നോക്കാം. ഇറ്റ് ഹാപ്പൻസ് when the purchase consideration paid is over and above the net asset acquired. അതായത് ഒരു പാരന്റ് കമ്പനി സബ്സിഡിയറി കമ്പനിയെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു എമൗണ്ട് നമ്മൾ പേ ചെയ്യണമെന്ന് പറയും. ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. പക്ഷെ നമ്മളിവിടെ ആ ഒരു എമൗണ്ടിനെ പർച്ചേസ് കൺസിഡറേഷൻ ആണ് പറയാം. നമ്മൾ നടത്തിയിട്ടുള്ള സബ്സിഡിയറി കമ്പനിയിൽ നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് അഥവാ പാരന്റ് കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ വിളിക്കും. സോ ഈ കൊടുക്കുന്ന പർച്ചേസ് കൺസിഡറേഷൻ ഏത് കമ്പനിയാണോ നമ്മൾ ഏറ്റെടുക്കുന്നത് ആ കമ്പനിയിൽ നിന്നും നെറ്റ് അസറ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ കമ്പനിയുടെ വാല്യൂ എന്താണോ, അഥവാ നമ്മൾ ഏറ്റെടുക്കുന്നത് 100% നമ്മളൊരു കമ്പനി ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ എന്താണ് 100% അഥവാ എത്ര വാല്യൂ ഉണ്ട് നമ്മൾ ഏറ്റെടുക്കുന്ന കമ്പനി, ആ കമ്പനിയുടെ വാല്യൂവിനേക്കാൾ കൂടുതൽ എമൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ എ ലിമിറ്റഡ് എന്ത് ചെയ്യുന്നുണ്ട്? ബി ലിമിറ്റഡിന്റെ 80% പർച്ചേസ് ചെയ്യുന്നുണ്ട്. അഥവാ ബി ലിമിറ്റഡിന് എന്ത് ചെയ്യുന്നുണ്ട്? 80% നമ്മൾ അക്വയർ ചെയ്യുന്നുണ്ട്. സോ 80% നമുക്കറിയാം ടോട്ടൽ ഈ കമ്പനിയുടെ നെറ്റ് അസറ്റ് എന്താണ്? നെറ്റ് അസറ്റ് അതേപോലെ തന്നെ നെറ്റ് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള രണ്ട് ഇക്വേഷൻസ് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അഥവാ നെറ്റ് അസറ്റ് കാണാൻ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഒന്നുണ്ട് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് സർപ്ലസ്, അല്ലെങ്കിൽ ടോട്ടൽ അസറ്റ് മൈനസ് ലയബിലിറ്റി അസ്യൂംഡ്. സോ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് അസറ്റ് കിട്ടും. സോ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള നെറ്റ് അസറ്റ് അല്ലെങ്കിൽ കമ്പനിയുടെ ടോട്ടൽ അസറ്റ് ഒരു 1 lakh ആണെന്ന് വിചാരിക്കാം അല്ലെ. കമ്പനിയുടെ ടോട്ടൽ നെറ്റ് അസറ്റ് 1 lakh. ഈ 1 lakh എന്ന് വെച്ചാൽ ഇതിൽ എത്ര പെർസെന്റേജ് ആണ് പർച്ചേസ് ചെയ്യുന്ന കമ്പനി? അഥവാ ഈ ഒരു കേസിൽ എ ലിമിറ്റഡ് 80% ആണ് പർച്ചേസ് ചെയ്യുന്നത്. സോ 80% എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടായിരിക്കും? 80,000 അല്ലെ. സോ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു കമ്പനിയെ പർച്ചേസ് ചെയ്യുന്നില്ല അല്ലെ. ബാക്കി ഒരു 20% ഉണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? NCI. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത NCI. സോ നോക്കാം, 80,000 വാല്യൂ ഉള്ള ഒരു കമ്പനി, ടോട്ടൽ 1 lakh നെറ്റ് അസറ്റ് പുറത്തുള്ള ഒരു കമ്പനി നമ്മൾ ഏറ്റെടുക്കുന്നത് 80% ആണ്. സോ നമ്മൾ ഏറ്റെടുക്കുന്ന വാല്യൂ ഈസ് ഈക്വൽ ടു 80,000. സോ ഇനി എന്ത് ചെയ്യണം? നമ്മൾ എത്ര എമൗണ്ട് പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട് നോക്കാം. നമ്മൾ 90,000 പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് നമ്മൾ എത്ര കൊടുക്കുന്നുണ്ട്? 90,000 കൊടുക്കുന്നില്ലേ. സോ ദ എമൗണ്ട് ഈസ് എക്സസ് അല്ലെ, ഓവർ ആൻഡ് അബൌട്ട് ദി നെറ്റ് അസറ്റ് അല്ലെ. കമ്പനിയുടെ നെറ്റ് അസറ്റിനേക്കാൾ കൂടുതലാണ് നമ്മൾ കൊടുക്കുന്ന വാല്യൂ. ദാറ്റ് ഈസ് എത്ര എമൗണ്ട്? 10,000 നമ്മൾ കൊടുക്കുന്നത് അധികമുണ്ട്. സോ ടോട്ടൽ പർച്ചേസ് കൺസിഡറേഷൻ പെയ്ഡ് മൈനസ് ദ നെറ്റ് അസറ്റ് ഈസ് ഈക്വൽ ടു 10,000. ഈ 10,000 പറയുന്ന പേരാണ് ഗുഡ്വിൽ. So that is the cost of investment made by the parent company. അല്ലെ, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് പരിഗണിക്കണം? ഏതൊരു പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ആ പ്രോഡക്റ്റിന്റെ യഥാർത്ഥ വാല്യൂ, അതാണ് നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത് അല്ലെ. സോ ആ യഥാർത്ഥ വാല്യൂവിനേക്കാൾ കൂടുതൽ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ സോ ആ വാല്യൂ ഏതാണ്? നെറ്റ് അസറ്റ് അല്ലെ. നെറ്റ് അസറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് ഇക്വേഷൻസ് അവൈലബിൾ ആണ്. സോ ആ ഇക്വേഷൻസ് യൂസ് ചെയ്ത് ടോട്ടൽ നെറ്റ് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ അതിൽ നിന്നും എത്ര പെർസെന്റേജ് ആണോ നമ്മൾ അക്വയർ ചെയ്യുന്നത്? 80 ആണെങ്കിൽ 80 കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 100 ഉണ്ടെങ്കിൽ 100, 50 ആണെങ്കിൽ 50, 70 ആണെങ്കിൽ 70. സോ നമ്മൾ ഏറ്റെടുക്കുന്ന വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക.
അത് നമ്മൾ ഏതുമായിട്ട് കമ്പയർ ചെയ്യുക, പർച്ചേസ് കൺസിഡറേഷൻ എത്രയാണ് കൊടുക്കുന്നത് അതുമായിട്ട് കമ്പയർ ചെയ്യുക. സോ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ഈ പറഞ്ഞ നെറ്റ് അസറ്റിന്റെ വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഗുഡ് വിൽ. സോ ഇതാണ് സിംപ്ലി ഗുഡ് വിൽ. സോ ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഗുഡ് വില്ലിന്റെ കാൽക്കുലേഷന് വേണ്ടി 2-3 ഇക്വേഷൻസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ 2-3 സിറ്റുവേഷൻസിലുള്ള ഇക്വേഷൻസ് ഉണ്ട്. സോ ആ ഇക്വേഷൻസും അതിന്റെ 1-2 എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. സോ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ ആണ്. 3 സിറ്റുവേഷൻസ് ആണ് ഗുഡ് വില്ലിന്റെ കാൽക്കുലേഷൻസ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ കേസ് ഫസ്റ്റ് സിറ്റുവേഷൻ 1 ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒന്നാമത്തെ സിറ്റുവേഷനിൽ പറയുന്നത് ദ പാരന്റ് കമ്പനി അക്വയർഡ് 100%, parent company acquired 100% of the subsidiary company എന്ത് ചെയ്യാണ്, മുഴുവനായിട്ടും പാരന്റ് കമ്പനി അക്വയർ ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ 100% അക്വയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ, അല്ലെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ അവൈലബിൾ ആണ്, ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു, ഇൻ ഫസ്റ്റ് കേസിലുള്ള സിറ്റുവേഷൻ 1 പ്രകാരം ഗുഡ് വിൽ കാൽക്കുലേഷൻ ഈസ് ഈക്വൽ ടു പർച്ചേസ് കൺസിഡറേഷൻ പെയ്ഡ് മൈനസ് നെറ്റ് അസറ്റ് അക്വയർഡ്. എത്രയാണോ നമ്മൾ അക്വയർ ചെയ്തിട്ടുള്ള നെറ്റ് അസറ്റ് അതെന്ത് ചെയ്യാം, ടോട്ടൽ പർച്ചേസ് കൺസിഡറേഷൻ നിന്ന് മൈനസ് ചെയ്താൽ മാത്രം മതി. നെറ്റ് അസറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമുക്കറിയാം, നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെറ്റ് അസറ്റ് ഇസ് ഈക്വൽ ടു ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ്. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. അതല്ലാതെ ഒരു ഇക്വേഷൻ കൂടി നമുക്ക് നെറ്റ് അസറ്റിന് അവൈലബിൾ ആണ്, ദാറ്റ് ഈസ് ടോട്ടൽ അസറ്റ് മൈനസ് liability assumed. സോ ഇതാണ് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇതാണ് ഒന്നാമത്തെ എക്സാമ്പിൾ. എക്സ് ലിമിറ്റഡ് അക്വയർഡ് 100% ഷെയർസ് ഓഫ് വൈ ലിമിറ്റഡ്. വൈ ലിമിറ്റഡിന്റെ 100% ഷെയർ ആര് പർച്ചേസ് ചെയ്യുന്നുണ്ട്, എക്സ് ലിമിറ്റഡ് അക്വയർ ചെയ്യുന്നുണ്ട്. ഹാവിംഗ് 40,000 ഷെയർസ് ഓഫ് ₹10 each. അതിലെന്താണ്, വൈ ലിമിറ്റഡിന് 40,000 ഷെയർസ് ഉണ്ട്, ഹാവിംഗ് ₹10 അല്ലെ, 10 രൂപ വാല്യൂ ഉള്ള 40,000 ഷെയർ ഉണ്ട്. അറ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ₹12 each. അതായത് 10 രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള 40,000 ഷെയർ അല്ലേ, കാരണം 100% ഷെയർ നമ്മൾ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 40,000 ഷെയർ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. സോ ഒരു ഷെയറിന്റെ എക്സാക്ട് പ്രൈസ് 10 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. എത്രയാണ്, ₹12. മാർക്കറ്റ് പ്രൈസ് 12 ആണ്. സോ ആ പ്രൈസിനാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. Then the assets and liabilities are Y Limited ന്റെ asset and liabilities asset 5 lakh and liabilities equal to 1 lakh. Then respectively calculate goodwill. So നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കേസ് എത്ര പെർസെന്റേജ് ആണ് നമ്മൾ അക്വയർ ചെയ്യുന്നത് എന്നാണ്. സോ 100% അക്വയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആൻസറിന്റെ സമയത്ത് ഇക്വേഷൻ ഏതാ യൂസ് ചെയ്യുന്നത്, goodwill is equal to purchase consideration minus net asset acquired. സോ നെറ്റ് അസറ്റ് അക്വയർ കാണാൻ നമുക്ക് മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. നെറ്റ് അസറ്റ് ഇസ് ഈക്വൽ ടു ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ് അല്ലെ. ഇവിടെ നമുക്ക് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ് ഇല്ല. സോ രണ്ടാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്യും അല്ലെ, ബിക്കോസ് നമുക്ക് നേരിട്ട് അസറ്റും ലയബിലിറ്റിയും തന്നിട്ടുണ്ട്. സോ നെറ്റ് അസറ്റ് കാണാൻ രണ്ടാമത്തെ ഇക്വേഷൻ അഥവാ ടോട്ടൽ അസറ്റ് മൈനസ് ലയബിലിറ്റി അസ്യൂംഡ് അല്ലെ. ടോട്ടൽ അസറ്റ് തന്നിട്ടുള്ളത് 5 lakh ആൻഡ് ലയബിലിറ്റി പ്രത്യേകിച്ച് കറണ്ട് ആണോ നോൺ കറണ്ട് ആണോ ഒന്നും സ്പ്ലിറ്റ് ചെയ്ത് പറയുന്നില്ല. സോ നേരിട്ട് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് എമൗണ്ട് എഴുതാം 1 lakh. സോ എമൗണ്ട് എത്ര ആയിരിക്കും, ബാക്കി 4 ലക്ഷം ഉണ്ട് നെറ്റ് അസറ്റ് ഉണ്ട്. സോ നെറ്റ് അസറ്റ് 4 ലക്ഷം വരും. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം എന്ത് എഴുതാനുണ്ട്, പർച്ചേസ് കൺസിഡറേഷൻ അല്ലേ. പർച്ചേസ് കൺസിഡറേഷൻ എത്രയാണ് ഉള്ളത്, ഈ ബസ്സിന് പറയുന്നത് നമ്മൾ 40,000 ഷെയർ പർച്ചേസ് ചെയ്യുന്നുണ്ട് ഓഫ് ₹12 അല്ലെ. അങ്ങനെയാണെങ്കിൽ 40,000 × 12 ആണ് ടോട്ടൽ പർച്ചേസ് കൺസിഡറേഷൻ. എത്ര ആയിരിക്കും, പർച്ചേസ് കൺസിഡറേഷൻ ഈസ് ഈക്വൽ ടു 40,000 × 12 ആൻഡ് അതിന് എന്ത് ചെയ്യണം, നമ്മുടെ നെറ്റ് അസറ്റ് മൈനസ് ചെയ്യണം. നെറ്റ് അസറ്റ് അക്വയർഡ് മൈനസ് ചെയ്താൽ മതി. സോ എമൗണ്ട് വരിക 40,000 × 12 4,80,000 മൈനസ് നെറ്റ് അസറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 4 ലക്ഷം അല്ലെ. സോ 4 ലക്ഷം ബാക്കി എത്ര വരും, മൈനസ് ചെയ്ത ബാക്കി 80,000 അല്ലെ. സോ ഇവിടെ എന്താണ്, എക്സാക്ട് നെറ്റ് അസറ്റിന്റെ വാല്യൂ വരുന്നത് 4 ലക്ഷമാണ്. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് എത്രയാണ്, 4,80,000 കൊടുക്കുന്നുണ്ടല്ലേ. സോ യഥാർത്ഥ വാല്യൂവിനേക്കാൾ കൂടുതൽ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതാണ് എന്ത്, ഇവിടെ വരുന്നത് 80,000 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ഗുഡ് വിൽ. സോ ഈ ഒരു കേസിൽ ഗുഡ് വിൽ ആയിട്ട് വരുന്നത് എത്രയാണ്, നമ്മളെ 80,000 ആണ്. സോ അങ്ങനെയാണ് ഒന്നാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ നോക്കാം. ദെൻ രണ്ടാമത്തെ സിറ്റുവേഷൻ സെക്കൻഡിൽ വരുന്നത് പാരന്റ് കമ്പനി അക്വയർ
ലെസ് ദാൻ 100% ഓഫ് സബ്സിഡിയറി. അപ്പൊ നമ്മൾ ഫസ്റ്റ് കേസിൽ എന്താ പറയുന്നത്, സബ്സിഡിയറി കമ്പനിയുടെ 100% നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ രണ്ടാമത്തെ കേസിൽ എന്താണ്, ലെസ് ദാൻ 100% ആണ് അല്ലേ. സോ നമ്മളൊരു കമ്പനിയുടെ 100% പർച്ചേസ് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, NCI, നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് അല്ലെ, അഥവാ പാരന്റ് കമ്പനിക്ക് കൺട്രോൾ ഇല്ലാത്ത ഒരു പോർഷൻ അവിടെ ഉണ്ടായിരിക്കും. അത് 80% ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുമെങ്കിൽ ബാക്കി 20%, ഇനി 75 ആണെങ്കിൽ ബാക്കി 25%. സോ അങ്ങനെ എന്തുണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, രണ്ടാമത്തെ കേസിൽ NCI വരാനുള്ള സാധ്യത ഉണ്ട്. സോ രണ്ടാമത്തെ കേസിൽ ഗുഡ്വിൽ കാൽക്കുലേഷൻ, ഗുഡ്വിൽ ഇസ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം കാണേണ്ടത് പർച്ചേസ് കൺസിഡറേഷൻ ആണ്, പർച്ചേസ് കൺസിഡറേഷൻ. ദെൻ അതിനോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം, അതിന് മൈനസ് നെറ്റ് അസറ്റ് ആണ് ചെയ്യില്ല. സോ അതിന് മുൻപ് എന്ത് ചെയ്യുക, ആഡ് അഥവാ പ്ലസ് NCI, എന്നിട്ട് എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ നെറ്റ് അസറ്റ് അക്വയർഡ് എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക, നെറ്റ് അസറ്റ് അക്വയർഡ്. ഇപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ ഏത് മാത്രം ചെയ്താൽ മതി, ഒരു പ്ലസ് അഥവാ പർച്ചേസ് കൺസിഡറേഷനോട് കൂടി നമ്മൾ NCI ആഡ് ചെയ്താൽ മാത്രം മതി. സോ എന്ത് ചെയ്യാം, NCI കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. ബിക്കോസ് NCI കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് വേണം, നെറ്റ് അസറ്റ് വേണല്ലേ. സോ നെറ്റ് അസറ്റ് ഒരു തവണ കണ്ടാൽ തന്നെ നമുക്ക് രണ്ടെണ്ണത്തിന് അത് യൂസ് ചെയ്യാം. പക്ഷേ NCI കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് നെറ്റ് അസറ്റ് ആവശ്യമാണ്. അതേപോലെ തന്നെ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് നെറ്റ് അസറ്റ് ആവശ്യമുണ്ട്. സോ ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഇതല്ല എങ്കിൽ നമുക്ക് മറ്റൊരു ഇക്വേഷൻ കൂടി അവൈലബിൾ ആണ്. ദാറ്റ് ഈസ് ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു purchase consideration paid minus proportionate share of parent company in net asset of subsidiary. രണ്ടാമത്തെ ഇക്വേഷൻ ആണ് എന്ത്, പർച്ചേസ് കൺസിഡറേഷൻ എന്ന് മൈനസ് ചെയ്യാം, കമ്പനിയുടെ സബ്സിഡിയറി കമ്പനിയുടെ നെറ്റ് അസറ്റ് കണ്ടെത്തിയിട്ട് അതിൽ നിന്ന് പാരന്റ് കമ്പനിയുടെ പോർഷൻ എത്രയാണ് തിരിച്ചറിയാം. അതായത് ടോട്ടൽ നെറ്റ് അസറ്റ് കിട്ടുന്നത് ഒരു 1 lakh ആണെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ 80% ആണ് അക്വയർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 1 lakhന്റെ 80% 80,000 വരും. സോ പർച്ചേസ് കൺസിഡറേഷൻ മൈനസ് നെറ്റ് അസറ്റ്. നെറ്റ് അസറ്റ് കംപ്ലീറ്റ് അല്ല, ഏതാണ് കാണേണ്ടത്, പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഓഫ് പാരന്റ് കമ്പനി അല്ലെ. നമ്മൾ ഇതേ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, NCI കാൽക്കുലേഷൻ സമയത്ത് യൂസ് ചെയ്യുന്നത്. പക്ഷെ അവിടെ എന്തായിരുന്നു, നമ്മൾ NCI പോർഷൻ ആണ് കണ്ടെത്തേണ്ടിയിരുന്നത്. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യും, പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഓഫ് NCI എന്നാണ് പറയുന്നത്, മൈനോറിറ്റിയുടെ പോർഷൻ ആണ് കണ്ടെത്തേണ്ടത്. പക്ഷെ ഇവിടെ എന്താണ്, നമ്മൾ പാരന്റ് കമ്പനിയുടെ പോർഷൻ ആണ് കണ്ടെത്തുന്നത്. സോ ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. പക്ഷെ കേസ് വരുന്നതാണ്, പാരന്റ് കമ്പനി പർച്ചേസസ് ഓർ അക്വയറിംഗ് ലെസ് ദാൻ 100%. അങ്ങനെയാണെങ്കിൽ ഇക്വേഷന്റെ സമയത്ത് എന്ത് ചെയ്യാം, പർച്ചേസ് കൺസിഡറേഷനോട് കൂടിയിട്ട് NCI ആഡ് ചെയ്യാം, അതിന് മൈനസ് നെറ്റ് അസറ്റ് വരും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, പർച്ചേസ് കൺസിഡറേഷൻ മൈനസ് പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഓഫ് പാരന്റ് കമ്പനി ഇൻ നെറ്റ് അസറ്റ്. നെറ്റ് അസറ്റ് ആണ് അവിടെ ഇമ്പോർട്ടന്റ് അല്ലെ. നെറ്റ് അസറ്റ് കണ്ടെത്തിയാൽ മതി. അതിന് എന്ത് ചെയ്യാം, നെറ്റ് അസറ്റ് നമ്മൾ പാരന്റ് കമ്പനിയുടെ പോർഷൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, and അത് എന്ത് ചെയ്യാം, നമ്മുടെ പർച്ചേസ് കൺസിഡറേഷൻ മൈനസ് ചെയ്യാം. സോ ഇനി എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷൻസ് യൂസ് ചെയ്യാനുള്ള ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇതാണ് നമ്മുടെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ലിമിറ്റഡ് പർച്ചേസിൽ 80% ഷെയർസ് ഓഫ് വൈ ലിമിറ്റഡ്. അപ്പോൾ വൈ ലിമിറ്റഡിന്റെ 80% പർച്ചേസ് ചെയ്യുന്നുള്ളൂ. സോ ഡെഫിനറ്റ്ലി there will be NCI, that is 20% അല്ലെ. 80% ആണ് പാരന്റ് കമ്പനി അക്വയർ ചെയ്യുന്നതെങ്കിൽ ബാക്കി 20% ഏതുണ്ട്, NCI എന്ന് മനസ്സിലാക്കുക. Then the issued capital of the Y Limited consists of 25,000 shares of 100 each. 25,000 ഷെയർ ആണുള്ളത്. ഒരു ഷെയറിന്റെ വില 10 രൂപ. അങ്ങനെയാണ് എന്ത്, വൈ ലിമിറ്റഡിന്റെ ടോട്ടൽ ഷെയർ. അതിൽ 80% ആണ് പാരന്റ് കമ്പനി അക്വയർ ചെയ്യുന്നത്, ബാക്കി 20% NCI. ദെൻ കൺസിഡറേഷൻ പെയ്ഡ് ഈസ് 2,60,000. സോ നേരിട്ട് പറയുന്നുണ്ട് എന്ത്, പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്തിട്ടുള്ള 2,60,000 ആണ് നേരിട്ട് പറയുന്നുണ്ട്. ദെൻ ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ 3,50,000. സോ അസറ്റ് 3 ലക്ഷം, ലയബിലിറ്റി 50,000 ഉണ്ട്. കാൽക്കുലേറ്റ് ഗുഡ്വിൽ. സോ രണ്ടാമത്തെ കേസ് എന്താണ് സിറ്റുവേഷൻ, പർച്ചേസ് പാരന്റ് കമ്പനി പർച്ചേസസ് ലെസ് ദാൻ ദി 100%. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു പർച്ചേസ് കൺസിഡറേഷൻ പ്ലസ് NCI മൈനസ് നെറ്റ് അസറ്റ് അക്വയർഡ്. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പം നമുക്ക് പർച്ചേസ് കൺസിഡറേഷൻ നേരിട്ട് തന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, NCI കാൽക്കുലേറ്റ് ചെയ്യണം. സോ NCI is equal to രണ്ട് ഇക്വേഷൻ ഉണ്ട്. NCI കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം, ബിക്കോസ് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിലാണ്. സോ NCI കാൽക്കുലേറ്റ് നമ്മൾ ആദ്യം പറയുന്നത് എന്തായിരുന്നു, വാല്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ അല്ലെ. വാല്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആരുടെ, NCI അഥവാ മൈനോറിറ്റി. ഷെയർ ക്യാപിറ്റൽ ഓഫ് NCI അല്ലെങ്കിൽ മൈനോറിറ്റി. പിന്നെ എന്ത് ചെയ്യണം, അതിനോട് കൂടി ആഡ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്സ് ആൻഡ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. പക്ഷെ അങ്ങനെ ഒരു കാര്യം ഇവിടെ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നേരിട്ട് എന്ത് ചെയ്യാം, വാല്യൂ ഓഫ് ഷെയർ എന്ന് കണ്ടെത്താം. വാല്യൂ ഓഫ് ഷെയർ എത്രയാണ്, 2,50,000 ഷെയർ ആണ്. അതിൽ ഒരു ഷെയറിന്റെ വില 10 രൂപ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വാല്യൂ വരുന്നത് 2,50,000. 25,000 ഇൻറ്റു 10 is equal to 2,50,000 ആണ്. അതിന് മുകളിൽ എന്ത് കണ്ടാൽ മതി, 20% അല്ലെ. 20% ആണ് എന്ത്, NCI. സോ ഇതിന്റെ 20% എത്ര വരും,
50,000 രൂപ എന്ത് വരും 20%. ഇനിയല്ല ഇതല്ല എങ്കിൽ നമുക്ക് മറ്റൊരു ആൾട്ടർനേറ്റീവ് മെത്തേഡ് ഉണ്ട്. NCA is equal to ഏത് പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഓഫ് മൈനോറിറ്റി ഇൻ ദി നെറ്റ് അസറ്റ് അല്ലെ. നമ്മുടെ പ്രൊപ്പോർഷനേറ്റ് ഷെയർ അഥവാ സബ്സിഡിയറി കമ്പനിയുടെ നെറ്റ് അസറ്റിൽ മൈനോറിറ്റിക്കുള്ള പ്രൊപ്പോർഷനേറ്റ് ഷെയർ. സോ പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഓഫ് minority in the net asset of subsidiary. സോ ഇനി എന്ത് ചെയ്യണം നെറ്റ് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ നെറ്റ് അസറ്റ് ഇസ് ഈക്വൽ ടു അല്ലെ നെറ്റ് അസറ്റ് നമുക്ക് രണ്ട് തവണ ആവശ്യമുണ്ട്. ബിക്കോസ് നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് ലാസ്റ്റ് നെറ്റ് അസറ്റ് വേണം. സോ നെറ്റ് അസറ്റ് ഒരു തവണ ചെയ്യാം. നെറ്റ് അസറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഹിന്റ് വെച്ചിട്ട് നമുക്ക് അസറ്റ് തന്നിട്ടുണ്ട് ലയബിലിറ്റി തന്നിട്ടുണ്ട്. സോ രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്യും അപ്ലൈ ചെയ്യാം. സോ ആ രണ്ടാമത്തെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ അസറ്റ് മൈനസ് നമ്മുടെ ലയബിലിറ്റി അസ്യൂംഡ് അല്ലെ. സോ എമൗണ്ട് എത്ര വരും 3 lakh മൈനസ് 50,000 അത് എത്ര വരും 2,50,000. സോ 2,50,000 എന്തുണ്ട് നെറ്റ് അസറ്റിന്റെ. ഇനി പറയുന്നത് എന്താ രണ്ടാമത്തെ NCA കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനിൽ പറയുന്നത് പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഇൻ ദി ഷെയർ ഓഫ് മൈനോറിറ്റി ഇൻ ദി നെറ്റ് അസറ്റ് അല്ലെ. നെറ്റ് അസറ്റിൽ മൈനോറിറ്റിക്കുള്ള ഷെയർ എത്രയാണ്. സോ അത് സെപ്പറേറ്റ് കാണണം. എത്ര പെർസെന്റേജ് ആണ് 20% അല്ലെ. എത്ര എമൗണ്ട് 50,000. സോ രണ്ട് ഇക്വേഷൻസ് അപ്ലൈ ചെയ്താൽ നമുക്ക് 50,000 ആണ് കിട്ടുക. സോ നമ്മൾ എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് NCA കാൽക്കുലേറ്റ് ചെയ്ത് അതേപോലെ നെറ്റ് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് NCA കാൽക്കുലേറ്റ് ചെയ്ത് ഇനി നമുക്ക് പർച്ചേസ് കൺസിഡറേഷൻ ഉണ്ട്. സോ ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു ഏതൊക്കെ പർച്ചേസ് കൺസിഡറേഷൻ ഈസ് ഈക്വൽ ടു 2,60,000 ആൻഡ് പ്ലസ് എന്ത് NCA നമ്മൾ ആഡ് ചെയ്യണം. NCA നമുക്ക് കിട്ടിയിട്ടുണ്ട് 50,000 അല്ലെ. NCA രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്താൽ നമുക്ക് കിട്ടിയ എമൗണ്ട് 50,000. അതിന് ഏത് മൈനസ് ചെയ്യാം അക്വയർ ചെയ്ത നെറ്റ് അസറ്റ്. നെറ്റ് അസറ്റ് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിരുന്നു. ദാറ്റ് ഈസ് 2,50,000. സോ ഗുഡ് വിൽ എത്ര ആയിരിക്കും 2,60,000 പ്ലസ് 50 ഈക്വൽ ടു 3,10,000. അതെന്ത് ചെയ്യാം 2,50,000 മൈനസ് ചെയ്ത ബാക്കി 60,000 ആണ് കമ്പനിയുടെ ഗുഡ് വിൽ. സോ ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ അല്ലേ. ഒന്നാമത്തെ ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്തിട്ട് ഇനി ഇത് തന്നെ എന്ത് ചെയ്യണം നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനെ കൂടി അപ്ലൈ ചെയ്തിട്ടൊന്ന് കണ്ടുനോക്കാം. രണ്ടാമത്തെ ഇക്വേഷൻ പറയുന്നത് ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു കൺസിഡറേഷൻ പെയ്ഡ് അഥവാ പർച്ചേസ് കൺസിഡറേഷൻ പെയ്ഡ് മൈനസ് പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഓഫ് പാരന്റ് കമ്പനി ഇൻ ദി നെറ്റ് അസറ്റ് ഓഫ് സബ്സിഡിയറി കമ്പനിയുടെ നെറ്റ് അസറ്റിൽ പാരന്റ് കമ്പനിക്കുള്ള പോർഷൻ. സോ പർച്ചേസ് കൺസിഡറേഷൻ ഈക്വൽ ടു 2,60,000 അല്ലെ. ഇനി എന്ത് ചെയ്യണം പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഓഫ് പാരന്റ് കമ്പനി ഇൻ ദി നെറ്റ് അസറ്റ് ഓഫ് സബ്സിഡിയറി. നെറ്റ് അസറ്റ് മുൻപ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് എത്ര 2,50,000. അതിന് എന്ത് കണ്ടെത്തണം പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഓഫ് പാരന്റ് കമ്പനി എന്ന് പറയുന്നത് പാരന്റ് കമ്പനിയുടെ ഷെയർ ദാറ്റ് ഈസ് 80% അല്ലേ. സോ 80% കാണുമ്പോൾ എത്ര കിട്ടും 2,50,000 80% 2,00,000. അങ്ങനെയാണെങ്കിൽ ബാക്കി എമൗണ്ട് 2,60,000 മൈനസ് 2,00,000 is equal to 60,000. സോ ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. സോ രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് കിട്ടി 60,000 ഗുഡ് വിൽ കിട്ടി. ഇനി ഫൈനൽ ഒരു തേർഡ് സിറ്റുവേഷൻ കൂടി ഉണ്ട് ഗുഡ് വില്ലിന്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ട്. സോ ആ ഇക്വേഷനെ കൂടി നോക്കാം. മൂന്നാമത്തെ സിറ്റുവേഷൻ പറയുന്നത് സിറ്റുവേഷൻ 3 പറയുന്നത് when pre and post acquisition profit profits are given. അതായത് ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ കഴിഞ്ഞ രണ്ട് എക്സാമ്പിൾ ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രീ അക്വിസിഷൻ ആൻഡ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിനെ പറ്റിയിട്ടൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ മൂന്നാമത്തെ സിറ്റുവേഷൻ എന്താ വരുന്നത് വെൻ പ്രീ ആൻഡ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്സ് ആർ ഗിവൻ. ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രീ ആൻഡ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്സ് അഥവാ റിസർവുകളായിട്ടോ റീറ്റെയിൻ ഏർണിംഗ്സ് ആയിട്ടോ സർപ്ലസ് ആയിട്ടോ പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലും ഐറ്റം ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രീ ആൻഡ് പോസ്റ്റ് അക്വിസിഷൻ ആണെന്ന് തിരിച്ചറിയണം. സോ അത് കണ്ടെത്തിയതിനു ശേഷം അല്ലെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാം നമുക്ക് മറ്റൊരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സോ ഒരു ക്വസ്റ്റ്യനിൽ പ്രീ ആൻഡ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാന്ന് നോക്കാം. സോ ഇവിടെ ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു മൂന്നാമത്തെ കേസിൽ ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം എന്ത് ചെയ്യണം പർച്ചേസ് കൺസിഡറേഷൻ പെയ്ഡ് ആദ്യം പർച്ചേസ് കൺസിഡറേഷൻ പെയ്ഡ് എത്ര ഉണ്ടെന്ന് കണ്ടെത്തുക ആൻഡ് ആ എമൗണ്ട് എത്രയാണോ അതിന് എന്ത് ചെയ്യുക ലെസ് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർ അക്വയർഡ് ആൻഡ് ഒന്നുകൂടി മൈനസ് ചെയ്യാണ്ട് ഷെയർ ഇൻ ദി പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. സോ എന്ത് ചെയ്യാം ടോട്ടൽ പർച്ചേസ് കൺസിഡറേഷൻ നമ്മൾ ആദ്യം ലെസ് ചെയ്യുന്നത് പെയ്ഡ് വാല്യൂ ഓഫ് ഷെയർ അക്വയർഡ് ആൻഡ് ഷെയർ ഇൻ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. ഇത് രണ്ടും എന്ത് ചെയ്യാം നമ്മൾ ടോട്ടൽ പർച്ചേസ് കൺസിഡറേഷൻ മൈനസ് ചെയ്താൽ എന്ത് കിട്ടും ഗുഡ് വിൽ കിട്ടും. സോ ഇതാണ് മൂന്ന് കേസസ്.
മൂന്ന് സിറ്റുവേഷൻസ് ആണുള്ളത്. ഒന്നാമത്തെ സിറ്റുവേഷൻസിൽ 100% പർച്ചേസ് ചെയ്യുന്നു. രണ്ടാമത്തെ കേസിൽ ബിലോ 100% ആണ്. ഫൈനൽ കേസിൽ ഇഫ് ദർ ഈസ് പ്രീ ആൻഡ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്സ്. സോ ഈ 3 ഇക്വേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇത് അല്ലെങ്കിൽ ഇത്തരം ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇനി ഒരുപാട് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യും. സോ ആ കേസസ് നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഏതാണോ ആപ്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ അത് എന്ത് ചെയ്യാം, ഇംപ്ലിമെന്റ് ചെയ്യാം. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.